വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഋതിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്കാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ എല്ലാത്തിൻ്റെയും പേപ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് എല്ലാത്തിൻ്റെയും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, മാർക്കൊക്കെ എങ്ങനെയുണ്ട്, എത്രയാണ് മാർക്ക് എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് വന്നിട്ട് കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും ഉണ്ട് കേട്ടോ. ഞാൻ അത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് അറിയാലോ, കെമിസ്ട്രിയും ഫിസിക്സും അതൊക്കെ പാടായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ കുഴപ്പമില്ലാണ്ടും ഉണ്ട്. പിന്നെ അപ്പോൾ അതാണ്. അപ്പോൾ ഓണം എക്സാമിന് വന്നിട്ട് എനിക്ക് 9 എണ്ണത്തിൽ 5 എണ്ണം ഉണ്ടായിരുന്നു A+. ഇപ്പോൾ വന്നിട്ട് അതും കുറഞ്ഞു. അപ്പോൾ ശരിക്കും നന്നായിട്ട് പഠിക്കണമായിരുന്നു, എന്നാലും കുറഞ്ഞു. അപ്പോൾ ഇനി 2 മാസം കൂടെ കഴിഞ്ഞാൽ ഫൈനൽ എക്സാമാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കണം. നാളെയാണ് ഈ ന്യൂ ഇയറുമാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എനിക്ക് വന്നിട്ട് പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് വന്നിട്ട് ഹിന്ദിയാണ്. ഹിന്ദി എനിക്ക് വന്നിട്ട് 40ൽ 29 എന്ന് പറയുമ്പോഴത്തേക്കും 30 പറയാം. അപ്പോൾ എനിക്ക് തെറ്റെന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. എനിക്ക് മാച്ച് ദ ഫോളോയിങ് 4 എണ്ണം തെറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ 6 എണ്ണത്തിൽ ശരിയായ 4 വരികൾ എഴുതാൻ പറഞ്ഞതിൽ അതിന് 2 എണ്ണം ശരിയായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിലാണ് മെയിനായിട്ട് പോയത്. പിന്നെ മറ്റേ പട്കഥ, അതിലും കുറച്ച് പോയി. എനിക്ക് അതിൻ്റെ ഒരു രീതി അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയോ എഴുതി വെച്ചു. അപ്പോൾ അതിൻ്റെയും കുറച്ച് മാർക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. സിമ്പിളായിട്ടുള്ളതാണ് പോയത്. അപ്പോൾ അടുത്ത പ്രാവശ്യം പിടിക്കണം. അപ്പോൾ ഇതൊക്കെയാണ്. അടുത്തതെന്ന് പറയുന്നത് ബയോളജിയാണ്. ബയോളജി ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും ക്ലിയർ ആയിട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയിരുന്നു കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം എഴുതാനൊക്കെ പറ്റി. അപ്പോൾ എനിക്ക് വന്നിട്ട് 34 കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. അപ്പോൾ അടുത്ത് വന്നിട്ട് മലയാളമാണ്. മലയാളം എനിക്ക് പൊതുവേ പാടാണ്. പൊതുവേ എനിക്ക് അത്ര നല്ല മാർക്ക് കിട്ടാറില്ല. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് 40ൽ 30 കാണുന്നുണ്ട്. അപ്പോൾ ടീച്ചർ ഫസ്റ്റ് 29.5 ഇട്ടിട്ട് അര മാർക്ക് ഇടാൻ എവിടെയോ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടപ്പോഴാണ് 30 ഉണ്ടായിരുന്നത്. അപ്പോൾ 30 മാർക്ക്. അപ്പോൾ അടുത്താണ് മാത്സ് ആണ് എന്നെ ഞെട്ടിച്ചത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചെന്ന് പറയുന്നത് 60 അല്ലെങ്കിൽ 50. സാധാരണ എനിക്ക് 53 56 അങ്ങനെ എന്തെങ്കിലും കിട്ടാറ്. അപ്പോൾ ഞാൻ അത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ടീച്ചർ രാവിലെ കയറി വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ തന്ന് ക്ലാപ്പടിച്ച്. അപ്പം എനിക്ക് നല്ല സന്തോഷമായി. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്ര മാർക്ക് കിട്ടുന്നത് മാത്സിൽ. അപ്പോൾ എനിക്ക് വന്നിട്ട് 80ൽ 76 കണ്ടുണ്ടോ, 76. അപ്പോൾ ഇതിനാണ് അത്യാവശ്യം മാർക്കുള്ളൂ, ബാക്കിയൊക്കെ പോക്കാണ്. അപ്പോൾ അടുത്ത് വന്നിട്ട് കെമിസ്ട്രി ആയിരുന്നു ഏറ്റവും കുറവ് മാർക്കും. പിന്നെ പാടുമായിരുന്നല്ലോ കെമിസ്ട്രി. അപ്പോൾ കെമിസ്ട്രി വന്നിട്ട് 40ൽ 24 കാണുന്നുണ്ടോ, 24 25. അടുത്ത് വന്നിട്ട് മലയാളമാണ്. മലയാളം സെക്കൻഡാണ്. നേരത്തെ പറഞ്ഞത് മലയാളം ഫസ്റ്റാണ്. അപ്പോൾ മലയാളം സെക്കൻഡിൽ വന്നിട്ട് കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. ഇതിൽ 1 വേർഡൊക്കെ തെറ്റിയിട്ടുണ്ട്. പിന്നെ പോയത് എന്നോട് 1 വേർഡൊക്കെ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വന്നിട്ട് 40ൽ 36 കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. അപ്പോൾ അടുത്ത വന്നിട്ട് ഫിസിക്സാണ്. ഫിസിക്സ് എനിക്ക് അത്യാവശ്യം പാടാണ്. എന്നാലും എനിക്ക് വന്നിട്ട് 40ൽ 32. അപ്പോൾ ടീച്ചർ ഫസ്റ്റ് ഇട്ടത് 31. പിന്നെ ഞാൻ എണ്ണി നോക്കിയപ്പോഴത്തേക്കും കാണുന്നുണ്ടോ 31 കിട്ടിയത്. അപ്പോൾ എണ്ണി നോക്കിയപ്പോഴത്തേക്കും 1 മാർക്കും കൂടെ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇട്ടപ്പോഴത്തേക്കും 32 മാർക്ക് വന്നിട്ട്. അടുത്താണ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രാമറൊക്കെ തെറ്റാണ്. പിന്നെ വന്നിട്ട് ഗ്രാമറൊക്കെയാണ് പോയത്. പിന്നെ സാറാണെങ്കിൽ ഈ സമ്മറി റിവ്യൂ അതിനൊക്കെ സാറ് കുറച്ചാണ് മാർക്ക്, ഇങ്ങനെ മാർക്ക് കുറവാണ് തരിക. അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് പറയുകയാണെങ്കിൽ 80ൽ 55. അപ്പോൾ ഞാൻ പിന്നെ എണ്ണി നോക്കിയപ്പോൾ ആരാ കൂട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ആരെയും കൂടെ കൂട്ടിയിട്ടാണ് 55 എന്ന് പറയുമ്പോഴത്തേക്കും 56. അപ്പോൾ അങ്ങനെയാണ്. ഇംഗ്ലീഷിൽ എപ്പോഴും എനിക്ക് കുറവാണ് മാർക്ക് കിട്ടാറ്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നന്നായിട്ട് മാർക്കുമാണ് ഇംഗ്ലീഷിലും കെമിസ്ട്രിയിലും. ബാക്കിയൊക്കെ പിന്നെയും കുഴപ്പമില്ലാണ്ട് അങ്ങ് പോവും. അപ്പോൾ അടുത്ത് വന്നിട്ട് സോഷ്യലാണ് ഞാൻ കുറച്ചും കൂടെ എഫേർട്ട് എടുത്ത് പഠിച്ചത്. ബാക്കിയൊക്കെ നമ്മൾ തലേദിവസം പഠിക്കും, പിന്നെ മറ്റേത് ടീച്ചർ എക്സാം പഠിക്കുക, അങ്ങനെയാണ്. പക്ഷേ സോഷ്യൽ ഞാൻ കുറച്ചും കൂടെ എഫേർട്ട് എടുത്ത് പഠിച്ചു. മറ്റേ ശനി ഞായർ കിട്ടിയപ്പോൾ അങ്ങനെ പഠിച്ചു. പിന്നെ സ്കൂളിൽ നിന്ന് 2 ദിവസം ലീവൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ
അതിൽ അത്യാവശ്യം മാർക്കുണ്ട്. അപ്പോൾ സോഷ്യൽ വന്നിട്ട് 80-ൽ 78 കണ്ടോ, 78. അപ്പോൾ എനിക്ക് പോയതെന്ന് പറയുന്നത് 1 വേർഡൊക്കെ ശരിയായി. പോയതെന്ന് പറയുന്നത് നമുക്ക് അറിയാലോ, 4 ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് രണ്ടാമത്തെ സെക്ഷനിലും കണ്ട് 4 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് ഞാൻ ഓണം എക്സാമിന് എഴുതിയൊരു ഓർമ്മയിലാണ് ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 3 മാർക്ക് കിട്ടുന്നതിൽ 2 മാർക്കാണ് 2 ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലാണ് 2 മാർക്ക് പോയിട്ടുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ പിന്നെയും കുഴപ്പമില്ലാണ്ട് മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സോഷ്യലിൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ മൊത്തത്തിലെ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. വേറെ എല്ലാം കുറവാണെങ്കിലും മാത്സിലും സോഷ്യലും ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും കിട്ടി. അപ്പോൾ ഒരു സന്തോഷമായി. ബാക്കിയൊക്കെ പിന്നെയും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് മാർക്ക് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വേറെ എന്തെങ്കിലും വീഡിയോസോ ടിപ്സോ എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.